ഇപ്പൊ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടേ, പശുവിന്റെ അകിട്ടിന്ന് ചോര എന്തെങ്കിലും വരുമോ? മാം കറക്റ്റ് സമയത്താണ് വന്നത്. നല്ല ഓഫറിലാണ് ഇപ്പൊ ഈ മിഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പൈസ കൊടുക്കുന്നതല്ലേ, അപ്പൊ ഒരു ക്വാളിറ്റി തന്നെ ഉള്ളതാണോ? ഹലോ മാം. ഹായ് മാം, എന്താ വേണ്ടേ? പാല് ഇറക്കണ മെഷീനാ വേണ്ടത്. എത്ര പശുക്കളാണ് മാം? 2 പശുക്കളാ. ഓക്കെ, അതിനനുസരിച്ചുള്ള മെഷീൻ ഞാൻ കാണിച്ചു തരാം. ശരി, വരും. ഇതാണ് മാം നമ്മുടെ മിൽക്കിംഗ് മെഷീൻ, മഹാ മിൽക്കിംഗ് മെഷീൻ. 1 തൊട്ട് 2 പശുക്കൾ വരെയൊക്കെ കറക്കണമെങ്കിൽ നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാം. ഇപ്പൊ സാധാരണയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ പാല് ഇറക്കാറ്? ഞങ്ങൾ കൈകൊണ്ടാ കറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൈകൊണ്ട് കറക്കുമ്പോ ഇപ്പൊ നമുക്ക് ജോലിക്കൊക്കെ പോവാണെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ ജോലിക്ക് പോവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പേരൻസ് ഒക്കെ ഉണ്ടല്ലോ, വയസ്സായ പേരൻസ് ഒക്കെ ആയിരിക്കും കറക്കുന്നത്. അപ്പൊ അവർക്കായാലും അത് ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഇപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചൊക്കെ നിർത്തി ചെയ്യിക്കുവാനും നമുക്ക് എന്തോരം പൈസ ഇതാവും. അപ്പൊ നമുക്കൊരു സ്വന്തമായിട്ടൊരു മെഷീൻ ഉണ്ടെങ്കിലേ അത് നമുക്ക് തന്നെ ലാഭമല്ലേ? ഉറപ്പായിട്ടും ഇറക്കാൻ നമ്മൾ ഇത് ആദ്യം കൊടുത്തോണ്ടിരിക്കുന്നത് 4 HP എന്നാൽ നമ്മളിപ്പോ 1/2 HP ഈ മെഷീൻ കൊടുക്കുന്നത്. മാം വന്നിരിക്കുന്നത് കറക്റ്റ് സമയത്ത് തന്നെയാണ്. അപ്പൊ ഈ മെഷീൻ ഇപ്പൊ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 തൊട്ട് 2 അല്ല 5 പശുക്കൾ വരെ നമുക്ക് ഇതിൽ കറക്കാനായിട്ട് സാധിക്കും. ആഹാ, 5 പശുക്കളേക്ക് ഇറക്കാൻ പറ്റുമോ? അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ 1/2 HP മോട്ടറൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ പശുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അതായത് ഈ അകിട്ടിന്ന് ചോര വരെ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലങ്ങള്? ഇല്ല മാം, മാമിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം നമ്മളിൽ വാട്ടർ പ്രൂഫ് പൾസെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പശുവിനെ കറക്കുമ്പോഴോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. പശുവിന് എങ്ങനെയാണോ ഒരു കുട്ടി പാല് കുടിക്കുന്നത് ആ ഒരു ഫീലിലാണ് നമ്മൾ ഇത് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫീൽ തന്നെയായിരിക്കും പശുവിന് ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല നമുക്കൊരു 4-5 മിനിറ്റിനുള്ളിലൊക്കെ പാല് കറക്കാനായിട്ട് സാധിക്കും. പിന്നെ പശുവിന്റെ ഒരു അകിടിനനുസരിച്ച് ചെറുത് വലുതിനനുസരിച്ച് കുറച്ച് ടൈം മാറും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ വന്നിട്ടേ 2 പശു ഉള്ളത്. അപ്പൊ ഈ 2 പശു എന്ന് പറയുന്നത് ആ മറ്റേ കാമ്പില്ലേ, അത് 2 സൈസിലായിരിക്കുമല്ലോ. അപ്പൊ ചെറുതും വലുതായിരിക്കുമല്ലോ. അപ്പൊ ഈ 2 പശുവിനും ചേർന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ മെഷീൻ വരുന്നത്. നമ്മുടെ ഈ ലൈനർ കണ്ടോ, ഇത് വന്നിട്ട് നമ്മൾ റബ്ബർ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാ പശുവിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെറിയ അകിടാണെങ്കിലും വലിയ അകിടാണെങ്കിലും ഇത് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളും. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഓ, ഇപ്പൊ നമുക്ക് ഈ കൈപ്പമ്പൊക്കെ കിട്ടത്തില്ലേ? അപ്പൊ ഞാൻ അത് വാങ്ങിച്ചാ പോരെ? ഞാൻ പിന്നെ ഈ മെഷീൻ വാങ്ങണത്? നമ്മൾ ഈ കൈപ്പമ്പൊക്കെ ഉപയോഗിച്ച് പാല് ഇറക്കുമ്പോഴേ നമ്മൾക്ക് ആരോഗ്യത്തിന് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രമല്ല അതിൽ കറക്കാത്താണ് നല്ലത്. അത് കറക്കുന്നുണ്ട് നമ്മുടെ പശുവിന്റെ അകിടിന്റെ വന്നിട്ട് സെൻസിറ്റീവ് നരമ്പുകൾക്കൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് പശുവിന്റെ ജീവൻ വരെ നമുക്ക് ആപത്ത് വരാം. അതുകൊണ്ട് അതിലോട്ട് പോവാത്താണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അത് മാത്രമല്ല നമ്മളിപ്പോ ഈ ക്യാൻ SS കൊടുത്തിരിക്കുന്നത്. അതും ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത 304 SS. അതുകൊണ്ട് തന്നെ പാല് നല്ല ഹൈജീനിക് ആയിരിക്കും, പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പാല് ഫുള്ളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാല് ഫുള്ളായിട്ട് താഴെയൊന്നും പോകൂല. കറവ് ഓട്ടോമാറ്റിക്കലി നമുക്കത് നിൽക്കും ഫുള്ളാവുന്ന സമയത്ത്. ഓക്കെ, എല്ലാം ഓക്കെ. ഇപ്പൊ ഞാൻ ഈ മെഷീൻ വാങ്ങാൻ ചെയ്തു. എന്നാ എനിക്ക് റിപ്പയറോ അല്ലെങ്കിൽ സ്പെയർസോ ഒക്കെ വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മാക്സിമം ഇതിന് റിപ്പയർ ഒന്നും വരില്ല. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ നമുക്കൊരു കസ്റ്റമർ കെയർ ഒക്കെ ഉണ്ട്. അപ്പൊ അവര് മാമിന് വീഡിയോ കോൾ വിളിച്ചിട്ടോ അങ്ങനെ പറഞ്ഞു തരും. ഇനി മാമിന് എന്തെങ്കിലും സർവീസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാമിന്റെ വീട്ടിൽ വന്ന് ശരിയാക്കി തരും. അത് മാത്രമല്ല നമുക്ക് സ്പെയർസ് എപ്പോഴും അവൈലബിൾ ആയി തന്നെ ഉണ്ടാവും. മാമിന് എന്താവശ്യം ഉണ്ടെങ്കിലും സ്പെയർസ് നമ്മൾ എത്തിക്കും. നമ്മളിപ്പോ പൈസയെ കൊടുത്ത് മെഷീൻ വാങ്ങുന്നതല്ലേ, അപ്പൊ ഇതിന്റെ ക്വാളിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിത് ഓൺ മാനുഫാക്ചറിങ് ആണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നല്ല ബെസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ ഈ മെഷീന്റെ റേറ്റ് എത്രയാ? നമുക്ക് ഈ മെഷീന്റെ റേറ്റ് വരുന്നത് 23,800 എന്നാൽ നമ്മൾ ആദ്യം വിളിക്കുന്ന 50 പേർക്ക് 4000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് നമുക്ക് വെറും 19,800 നമുക്ക് ഈ മെഷീൻ എടുത്തോണ്ട് പോകാം. അത് മാത്രമല്ല നമ്മളിപ്പോ കുറഞ്ഞ മുതൽ മുടക്കിൽ ഇപ്പൊ EMI നമ്മൾ ഈ മെഷീൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മെഷീൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.